വെൽക്കം ബാക്ക്. എടാ നോക്ക്, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ലൈവ് ക്ലാസ്സിൽ വിശദമായിട്ട് എന്ത് പഠിച്ചു, നമ്മളെ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു ഭാഗം ഓക്കെ, കൺജക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, എന്താണ് ആക്ച്വലി കൺജക്ഷൻസ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കൺജക്ഷൻ എന്നുള്ള ഈ വലിയ വാക്കിലെ കൺജക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മോൺസ്റ്റർ ഒക്കെ പറയുന്ന പോലെയാണ്. പക്ഷെ ഈ കൺജക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എന്താണെന്ന് മിസ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ പറയൂ, ഓ ഇതായിരുന്നു കൺജക്ഷൻ. സി നോക്ക്, എന്താ കൺജക്ഷൻസ്. ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ ഒരു എലിഫന്റ് കുട്ടിയെ കാണുന്നുണ്ടല്ലേ. നമ്മുടെ കണ്ണിലുണ്ണിയാണ് കണ്ണനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിയാണ് ഇവിടെ ഉണ്ട് അല്ലേ. ഈ കുട്ടിയാനക്ക് ചുറ്റും എന്തുണ്ട്, ഒത്തിരി വേർഡ്സ് ഇവിടെ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഫ്ലൈ ചെയ്ത് നിൽക്കുന്ന വേർഡ്സ് ഏതൊക്കെ ഒന്ന് നോക്കി. നിങ്ങൾ യെറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. സോ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ഫോർ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ബട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ഓർ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ബിക്കോസ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് നോക്ക്, നോർ എന്ന് പറയുന്ന ഒരു വാക്കും നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ പറയുന്ന ആൻഡ്, ഈ പറയുന്ന ബിക്കോസ്, ഈ പറയുന്ന സോ, ഈ പറയുന്ന ഓർ, ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ലേ അല്ലേ. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഏത്, ഈ പറയുന്ന എല്ലാ വേർഡ്സും. നമ്മൾ മിസ്സിന്റെ ബാക്കിൽ നിങ്ങൾ ഈ കാണുന്ന, മിസ്സിന്റെ പിറകെ നിങ്ങൾ കാണുന്ന ഈ എല്ലാ വേർഡ്സും എന്താടാ, നിങ്ങൾ സംസാരിക്കുമ്പോൾ, മിസ് സംസാരിക്കുമ്പോൾ, എല്ലാവരും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, സെന്റൻസുകളെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന വേർഡ്സ് ആണ് അല്ലേ. അപ്പൊ എന്താ കൺജക്ഷൻസ്? Conjunctions are joining words. They join words or sentences. Conjunctions എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൂട്ടിച്ചേർക്കും, സെന്റൻസസിനെ കൂട്ടിച്ചേർക്കും. എന്താ കൺജക്ഷൻസ് എന്ന് പറഞ്ഞാൽ? വാക്കുകളെ കൂട്ടിച്ചേർക്കും, സെന്റൻസസിനെ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളാണ് എന്താ കൺജക്ഷൻസ് എന്ന് പറഞ്ഞാൽ. സോ ദേ ആർ ജോയിനിങ് വേർഡ്സ്. ഓക്കെ, നമ്മൾ ഗ്ലൂ ഒട്ടിക്കൂലേ. ഇപ്പൊ മിസ് നോക്കും, മിസ് ഒരു എക്സാമ്പിൾ, ഇവർ ഗ്ലൂ ആന്ന് വിചാരിക്കട്ടോ, നിങ്ങൾ കാണിച്ചിട്ട് ദീസ് വേർഡ്സ് ആസ് ഗ്ലൂ. ഇപ്പൊ നോക്കി, മിസ്സിന് ഇത് രണ്ടും എന്ത് ചെയ്യണം, സ്റ്റിക്ക് ചെയ്യണം. മിസ് ഇത് രണ്ട് വസ്തുക്കളാ അല്ലെ. മിസ്സിന് എന്ത് വേണം, ഇത് രണ്ട് സ്റ്റിക്കിന് മിസ് എന്ത് വേണം, മിസ് ഇടയിൽ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഗ്ലൂ ഒട്ടിക്കും അല്ലെ, ഗ്ലൂ ഒഴിക്കും. ആ ഗ്ലൂ പോലാണ് എന്ത്, ആ ഗ്ലൂ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇവിടെ നിർത്തും അല്ലെ. അതേപോലെയാണ് എന്ത് കൺജക്ഷൻസ്. രണ്ട് സെന്റൻസിനെ കൂടി ചേർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്, കൺജക്ഷൻസ്. മനസ്സിലായോ? ഇനി നോക്കുക, ഇവിടെ നോക്കുക, ഏതൊക്കെയാണ് കൺജക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണ്, വാട്ട് ആർ ദ കൺജക്ഷൻസ്? ഏതൊക്കെയാ? ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ആൻഡ്, ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ബിക്കോസ്, ദ തേർഡ് വൺ ഇറ്റ് ഈസ് ഇഫ്, ദ ഫോർത്ത് വൺ ഇറ്റ് ഈസ് ബട്ട്, ദ ഫിഫ്ത്ത് വൺ ഇറ്റ് ഈസ് ഓർ, ദ സിക്സ്ത് വൺ ഇറ്റ് ഈസ് സോ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് when. ഓക്കെ, സി when എന്നുള്ളത് നമ്മൾ ഇപ്പൊ പഠിക്കണ്ട. വെന്നും ഇഫും നിങ്ങൾ കുറച്ചുകൂടി വലിയ കുട്ടികളായിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ആൻഡ് പഠിക്കണം, ബട്ട് പഠിക്കണം, ഓർ, സോ, ആൻഡ് ബിക്കോസ്, ഇത് നിങ്ങൾ പഠിക്കട്ടോ. നോക്ക്, ആൻഡ് നമുക്കൊരു എക്സാമ്പിൾ പറയാം. മൈ ഡോഗ് ഹാസ് ബ്ലൂ ഐസ് ആൻഡ് ഫ്ലഫി സ്കിൻ. എന്റെ പട്ടിക്കുട്ടിക്ക് എന്തുണ്ടാ, ഇറ്റ് ഹാസ് ബ്ലൂ ഐസ്, നീല കണ്ണുണ്ട്. അത് മാത്രമല്ല നല്ല ഫ്ലഫി സ്കിന്നും ആണ് എന്ത്, എന്റെ പട്ടിക്കുട്ടിക്കും. അപ്പൊ നീല കണ്ണും ഫ്ലഫി സ്കിന്നും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഈ ജോയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു, വി യൂസ്ഡ് ആൻഡ്. അപ്പൊ ഇവിടെ ആൻഡ് എന്തായി, ജോയിനിങ് വേർഡ് ആയി. ജോയിനിങ് വേർഡ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇസ് കൺജക്ഷൻ. സോ ഇവിടെ നോക്കാം, കം ഓവർ ആൻഡ് ഹെൽപ്പ് ഔട്ട്. നീ ഇങ്ങോട്ടേക്ക് വാ. എന്തിനാ വരുന്നേ, വന്നിട്ട് എന്തിനാ, യു ഹെൽപ്പ് മീ, യു കം ഔട്ട് ആൻഡ് ഹെൽപ്പ് മീ. നീ പുറത്തേക്ക് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യൂ. സോ നീ പുറത്തേക്ക് വാ, ഹെൽപ്പ് ചെയ്യൂ. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. സോ ആൻഡ് അല്ലേ. നോക്കി നിങ്ങൾ, ഹി ലുക്സ് സോ ഹാൻസം ഇൻ ഹിസ് സ്യൂട്ട്. അയ്യോ, ഇവിടെ എന്താണ്, സോ ഹാൻസം അല്ലെ, ഭയങ്കര ഭംഗിയുണ്ട് കോട്ടും സൂട്ടിട്ട് കാണാൻ ഈ പയ്യൻ എന്ന് പറയുന്നത്. അടുത്തൊരു സെന്റൻസ് നോക്കുക, we missed the flight because of you. ഇവിടെ നമ്മൾ because ഉപയോഗിച്ച്, ഓ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായത് കാരണം നീ കാരണം എന്ത് ചെയ്തു, നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി. ഓ മൈ ഗോഡ്, we missed our flight because of you. നീ കാരണം എന്ത് ചെയ്ത് നമ്മളെ ഫ്ലൈറ്റ് പോയി. ഇനി നമ്മൾ എങ്ങനെ ഫ്ലൈ ചെയ്യും, ഇനി നമ്മൾ ഇങ്ങനെ എയറോപ്ലെയിനിൽ പറക്കും. സോ we missed our flight because of you. അപ്പൊ ഇവിടെ നോക്ക്, we missed our flight, നമ്മുടെ ഫ്ലൈറ്റ് മിസ് ചെയ്തു. ബിക്കോസ് ആര് കാരണം, യു, നീ കാരണം എന്ത് ചെയ്തു, നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി, മിസ്സായി പോയി. സോ അവിടെ എന്ത് ചെയ്തു, നമ്മൾ സെന്റൻസസിനെ ഗ്ലൂ തേച്ചൊട്ടിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, he only helped us because he
loves you. He only helped us. അവൻ നമ്മളെ സഹായിച്ചത് എന്തുകൊണ്ട് മാത്രം? Because എന്തുകൊണ്ടെന്നാ he loves you. അവന് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്? അവൻ നമ്മളെ ഹെൽപ്പ് ആക്കിയത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരാള് സഹായിച്ചു. എന്തുകൊണ്ട് സഹായിച്ചു? ഈ രണ്ട് വാക്കുകളും കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു ഗ്ലൂ പോലെ നമ്മൾ എന്ത് ചെയ്തു? ബിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്ലൂ നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്ത്. അപ്പൊ ഇവിടെ നോക്ക്, രണ്ട് സെന്റൻസസിനെ ജോയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ബിക്കോസ് ഉപയോഗിച്ചു. ഇനി ഇവിടെ നോക്കുക, ദേ മേ യെറ്റ് കം. യെറ്റ് അവർ ഇപ്പോഴേക്കും വരുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ വരുമായിരിക്കും. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ എന്നുള്ള ഒരു അർത്ഥമാണ് എന്ത്? യെറ്റ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് റെഡി യെറ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് റെഡി യെറ്റ്. ഇത് ഇപ്പോഴും എന്തായിട്ടില്ല? റെഡി ആയിട്ടില്ല. ഇറ്റ്സ് നോട്ട് റെഡി യെറ്റ്. ഇത് ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇറ്റ് ഇസ് ദ ബെസ്റ്റ് യെറ്റ്. ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഇതാണ്. അപ്പൊ ആക്ച്വലി നോക്കി ഇവിടെ എന്താ? യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, സോ ഇതുവരെ എന്നുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്താ? ഇത് തന്നെയാണ്. അപ്പൊ യെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതുവരെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? കൺജക്ഷൻസ്. ഓക്കെ, കൺജക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു പശ പോലെയാണ്, സ്റ്റിക്ക് പോലെയാണ്, ഗ്ലൂ പോലെയാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് വാക്കുകൾ, രണ്ട് സെന്റൻസസ് അല്ലെങ്കിൽ വേർഡ്സ് ജോയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന സ്റ്റിക്കി എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കും അല്ലെ. അപ്പൊ എന്താണ് കൺജക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ജോയിനിങ് വേർഡ്സ്. രണ്ട് വാക്കുകളെ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന ഗ്ലൂ ആണ് എന്ത്? നമ്മുടെ പശയാണ് എന്ത്? ഈ പറയുന്ന കൺജക്ഷൻസ്. സെറ്റ് അല്ലേ? അപ്പൊ കൺജക്ഷൻസ് സെറ്റ് ആണ്. കൺജക്ഷൻസിന് ശേഷം നമുക്ക് എന്ത് പഠിക്കണം? ഇന്റർജെക്ഷൻ പഠിക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ബൈ.